ചർച്ചയിലേക്ക് ഡോക്ടർ കെ എൻ ഹരിലാൽ. ഇന്നലെയും ഇന്നുമായി നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസത്തിലാണ് കാണപ്പെടുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ മൻ കി ബാത്തിലായാലും ഇന്നലെ മുംബൈയിലായാലും അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ആവർത്തിച്ച് പറഞ്ഞത് പണക്കാർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ കള്ളപ്പണക്കാർക്കാണ് കൂടുതൽ പ്രതിസന്ധി, സാധാരണക്കാരനെ ഇത് ബാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ നടപടികൾ തുടരുക തന്നെയാണ്. ബിനാമി സ്വത്തിടപാടുകൾക്കെതിരെയുള്ള നടപടികളിലേക്കാണ് ഇനി അടുത്ത് കടക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. മുന്നോട്ട് എന്ന ഒരു തോന്നലുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണോ ഈ 31-ാം തീയതിയിലേക്ക് അടുക്കുമ്പോൾ പോകുന്നത് രാജ്യം? രാജ്യത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക? കാരണം വലിയ പ്രതിസന്ധിയിലേക്ക് ഈ നടപടി രാജ്യത്തെ തള്ളിവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരൊക്കെ എങ്ങനെ അവകാശപ്പെട്ടു കഴിഞ്ഞാലും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഈ നടപടി ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസാക്ഷൻസിനെല്ലാം ബാധിച്ചു. പക്ഷേ ഈ നടപടി എടുത്ത രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതെല്ലാം പരാജയപ്പെട്ടു, രാജ്യം വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും ഒക്കെ തന്നെ ആ നിലയിൽ വരുമെന്നുള്ളത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ സമയം വരെ, അതായത് അദ്ദേഹം പറഞ്ഞ സമയമെല്ലാം തീരാൻ പോവുകയാണ്. ഈ സമയം വരെയും കറൻസിയുടെ ഒരു അവസ്ഥ വളരെ മോശപ്പെട്ടതാണ്. ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ല, ബാങ്കുകളിൽ നിന്ന് പണം കിട്ടുന്നില്ല, ഈ സാധാരണക്കാരൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കുഴപ്പത്തിലേക്ക് പോകുന്നു. ഇതാരും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഡിസംബർ അവസാനം ആകുമ്പോഴത്തേക്കെങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും കൃത്യമായിട്ടുള്ളൊരു റോഡ് മാപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ സെൻട്രൽ ഗവൺമെൻറ്റോ ഈ കറൻസി എങ്ങനെ പുനഃസ്ഥാപിക്കും, എപ്പോൾ പുനഃസ്ഥാപിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഉറപ്പും നൽകുന്നില്ല. അതായത് ഈ പ്രഖ്യാപനം വന്നതിൻ്റെ ആദ്യത്തെ ആഴ്ചയിലുള്ള അവസ്ഥ തന്നെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ബാങ്കുകളുടെ പ്രവർത്തനം നോർമലായി എന്നുള്ളത് നാളെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തോന്നുന്ന ഒരവസ്ഥയില്ല. ഇത് ഒരു ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താണ്? രണ്ടാഴ്ച 3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പരിഹരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനൊന്നുമുള്ള സൂചന കിട്ടുന്നില്ല എന്നുള്ളത് രാജ്യത്ത് ചിന്തിക്കുന്ന ആൾക്കാരെ എല്ലാം ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായും. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. പക്ഷേ ആ ആത്മവിശ്വാസം പിന്നീട് അങ്ങോട്ട് മറ്റുള്ളവർക്കില്ല എന്ന്, അതായത് ഈ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്നവർക്കോ ബാങ്ക് മേധാവികൾക്കോ ഇല്ലെന്ന് തോന്നുന്ന പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ SBIയുടെ അധ്യക്ഷ പറയുന്നത് ഈ നിയന്ത്രണങ്ങൾ ഒരു 2 മാസം കൂടി തുടരേണ്ടി വരും എന്നാണ്. അതായത് ഒന്നും അറിയാതെ അവർ പറയില്ലല്ലോ. അപ്പോൾ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ എന്നത് 2 മാസം കൂടിയെങ്കിലും ഈ നിയന്ത്രണങ്ങൾ തുടരേണ്ട അവസ്ഥയാണെന്നും ഈ 31-നകം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കില്ല എന്നും തന്നെയല്ലേ? ഇതൊരു വലിയ ഒരു പദ്ധതി, നമ്മുടെ സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ്. ഇതിന് ഒറ്റയടിക്കുള്ള പരിഹാര മാർഗ്ഗമല്ല, ഇതൊരു സിംഗിൾ എപ്പിസോഡുമല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രഖ്യാപനം വന്നു. 31 വരെയുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. 31 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള റെസ്ട്രിക്ഷൻസിൽ ബഹുഭൂരിപക്ഷവും മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞ. റിസർവ് ബാങ്ക് ഓരോ സമയത്തും എടുത്തിട്ടുള്ള നിലപാടുകൾ ഇതിനെ അതിജീവിക്കാൻ, ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആ നിലപാടുകളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് റിസർവ് ബാങ്ക് എടുത്തുള്ളത്. ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്തെ ഒരു പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് 91 നമ്മൾ UP അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്, മൻമോഹൻ സിംഗ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്നു, ഒന്ന് നീക്കം തുടങ്ങിയതാണ്. പക്ഷേ എന്താ പറ്റിയത്? ഒരു ഹാഫ് ഫിനിഷ്ഡ് റിഫോമായിട്ട് വന്നിട്ട് അവർക്ക് തന്നെ അത് നടപ്പിൽ വരുത്തിയപ്പോൾ സംശയം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ പുറകിലോട്ട് പോയി. ഉദ്ദേശ കാര്യത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, NDA ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായൊരു രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പത്തിക പരിഷ്കരണത്തിന് വേണ്ടി മുന്നോട്ട് പോയപ്പോൾ ഒരു ഹാഫ് ഫിനിഷ്ഡ് ആക്കിയിട്ട് പുറകിലോട്ട് പോകാൻ തയ്യാറല്ല. അതിനെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ഉള്ളതെന്ന് പറയുന്നത്. അതായത് ഈ പഴയ പണം തിരിച്ചടയ്ക്കുന്നത് സംബന്ധിച്ച്, കള്ളപ്പണം സംബന്ധിച്ചുള്ള ചില നടപടികൾ പ്രശ്നം ഒരു ഭാഗത്തുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഗവൺമെൻറ്റിനെ ആരും തടസ്സപ്പെടുത്താത്തൊരു കാര്യമുണ്ട്. പുതിയ നോട്ട് പ്രിൻ്റ് ചെയ്ത് ജനങ്ങൾക്ക് എത്തിക്കുക, ബാങ്കുകളിൽ എത്തിക്കുക, ATMകൾ നിറയ്ക്കുക,
അതിന് ആരെങ്കിലും തടസ്സപ്പെടുത്തിയോ? പക്ഷേ അതില്ല, ഒരു കള്ളപ്പണക്കാരനും തടസ്സപ്പെടുത്തിയില്ല. പരിമിതിയുണ്ടല്ലോ. ഈ നാല് പ്രസ്സിലായി അച്ചടിച്ചാലും ഈ 31-നകം വിതരണം ചെയ്യാൻ കഴിയില്ല. അതൊന്നും ഓർത്തില്ലേ? അല്ലല്ല, ഒരു മഹാരാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ ധനകാര്യമന്ത്രി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം പറയുന്നത് പഴയ നോർമൽസിയാണ്. എന്നുവെച്ചാൽ 14.25 ലക്ഷം കോടി രൂപയുടെ നോട്ട് പിൻവലിച്ചു, അത്രയും നോട്ട് അടിച്ചിറക്കണം. നമ്മൾ ന്യൂ നോർമൽസിയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഈ കുറെ ഒരു ഭാഗം ലെസ് ക്യാഷിലേക്ക്. പക്ഷേ ആ ചിന്ത പോലും 15 ദിവസത്തിന് ശേഷമാണ് റിസർവ് ബാങ്ക് ഒരാഴ്ച മുമ്പ് നോർമൽസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റീറ്റെയിൽ ട്രേഡിലുള്ള സാധാരണ മനുഷ്യന്റെ ജീവിതം ഇല്ലാത്ത അവര് അപ്രത്യക്ഷമാകുന്ന ഒരു നോർമൽസിയാണോ? ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അപ്രത്യക്ഷമാകുന്ന ഒരു നോർമൽസിയെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്? ട്രേഡ് മറ്റു കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് 40% കൂടി. നേരത്തെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതിനേക്കാൾ ഈ പീരീഡിൽ 40% കൂടി. ഡയറക്റ്റ് ടാക്സ് ഏകദേശം 15% നമ്മളെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കൂടി. അപ്പൊ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ള ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയിട്ടുള്ള ഈ എസ്റ്റിമേറ്റ് ഒക്കെ അങ്ങ് തിരിച്ച് പറയേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ കാണുന്നതാണ്. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള കണക്കുകൾ, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ, ബിസിനസ് വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ട്രാൻസാക്ഷൻ കുറഞ്ഞു എന്നുള്ളത്. തീർച്ചയായും ട്രാൻസാക്ഷൻസ് കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തീർച്ചയായും മറ്റുള്ളവർ കൂടി ചർച്ചയിലേക്ക് പങ്കുചേരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രധാനമായും ഇതാണ്, ഈ 2 ദിവസമായി പ്രധാനമന്ത്രിയെ ആത്മവിശ്വാസത്തോടെയാണ് കാണപ്പെടുന്നത്. പ്രശ്നങ്ങളെല്ലാം 31-നകം പരിഹരിക്കപ്പെടും എന്ന തോന്നൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ, വാക്കുകളിലുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ വെച്ച് പുലർത്താൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും മുന്നിലുള്ള പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് SBI അധ്യക്ഷ തന്നെയാണ്. അവർ പറയുന്നത് 2 മാസം എടുക്കുമെന്നാണ്. ഈ പരിഹാരം എങ്കിലും രാഷ്ട്രീയ നേതൃത്വം, BJP രാഷ്ട്രീയ നേതൃത്വം ഈ ഡിസംബർ 31 എന്ന ആ തീയതിയിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ആ തീയതിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. എത്രത്തോളം ഉണ്ട് താങ്കൾക്ക് അതിൽ പ്രതീക്ഷ? ഹർഷൻ, ഇപ്പോൾ 45 ദിവസമായി ഇന്ന് നമ്മുടെ ഈ സംഭവം നടന്നിട്ട്, നവംബർ 8 തൊട്ട് ഇന്ന് വരെ 45 ദിവസമായി. ഇനി പ്രധാനമന്ത്രിക്ക് അവശേഷിക്കുന്ന 5 ദിവസം കൂടാണ്. ഗോവയിൽ അദ്ദേഹം BJPയുടെ ഒരു സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞത് 50 ദിവസത്തിനകം ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ കഴിവിലേറ്റിക്കോളാനാണ്. അപ്പോൾ ഇന്ത്യൻ ജനകോടികളോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് 50ാമത്തെ ദിവസം ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ, ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ കഴിവിലേറ്റിക്കോളാനാണ്. അപ്പോൾ 5 ദിവസം കൂടി മാത്രമേ ബാക്കി അവശേഷിക്കുന്നുള്ളൂ അദ്ദേഹത്തെ കഴിവിലേറ്റാൻ. ഇവിടെ 41 ദിവസത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ, ഇതിപ്പോൾ കണക്കെന്ന് പറയുമ്പോൾ ഇത് BJPയുടെ കണക്കല്ല, റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ള കണക്ക്, കേന്ദ്ര ഗവൺമെൻറ് ധനകാര്യ വകുപ്പ് പറഞ്ഞിട്ടുള്ള കണക്കനുസരിച്ചിട്ട് 5.9 lakhs crores rupees-ആണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അതിൽ 2260 കോടി രൂപ ഇവർ പ്രിൻ്റ് ചെയ്തു. അത് പഴയ ചെറിയ നോട്ടുകളാണ്, 100, 50, 20, 10. ബാക്കി വന്നിരിക്കുന്നത് 220 കോടി രൂപയുടെ 500-ഉം അതുപോലെ തന്നെ 2000 രൂപയുടെ നോട്ടുകളാണ്. ഇനി ഈ കണക്ക് ശരിയാണെങ്കിൽ, ഈ പറയുന്ന കണക്ക് ശരിയാണെങ്കിൽ 5.9 lakhs crores-ൻ്റെ ഇത് പോയിട്ട് ബാക്കി വരുന്ന 8 ലക്ഷം കോടി രൂപയുടെ ബാക്കി നോട്ടാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇപ്പം നോട്ടിന് മഷിക്ക് ഓർഡർ കൊടുത്തു, അല്ലെങ്കിൽ ടെൻഡർ വിളിച്ചു, അതുപോലെ പേപ്പറിന് ടെൻഡർ വിളിച്ചു. ഇത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ മിനിമം 8 മാസം എടുക്കും. 3 ഷിഫ്റ്റ് ഇട്ട് പ്രിൻ്റ് ചെയ്താൽ അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി 50ാമത്തെ ദിവസം ഈ പ്രതിസന്ധി തീരുമെന്ന് മാത്രമല്ല. അതാണ് ശ്രീ ജയപ്രഭകുമാർ പറയുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ലക്കി ഗ്രാഹക് യോജന, ഡിജി ധൻ വ്യാപാർ യോജന, വേറെ നറുക്കെടുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെ 31 ആവുമ്പോഴേക്ക് കാര്യങ്ങൾ ഓടാൻ പാകത്തിന് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൂടി വന്നു ചേരും എന്നാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി കരുതിയിട്ടുണ്ടാവുക. ഹർഷൻ, ഇത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ഇന്ത്യയിലെ 6 ലക്ഷം ഗ്രാമങ്ങളിൽ 40,000-ഓളം ഗ്രാമങ്ങളിൽ മാത്രമാണ് ബാങ്കിങ് ഫെസിലിറ്റി ഇന്ന് നിലവിലുള്ളത്. മാത്രമല്ല, നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച അർജുൻ സെൻഗുപ്ത കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ 89 കോടി ജനങ്ങൾക്ക് 20 രൂപയ്ക്ക് താഴെയാണ് അവരുടെ ദൈനംദിന വരുമാനം. അപ്പോൾ 6 ലക്ഷം ഗ്രാമങ്ങളിൽ
40,000 ഗ്രാമങ്ങളിൽ മാത്രമാണ് ഇന്ന് ബാങ്കിങ് ഫെസിലിറ്റി. അപ്പോൾ ഈ പറയുന്ന കറൻസി രഹിത സമൂഹം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നോട്ട് വ്യാപകമാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട നടപടി ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് ഫെസിലിറ്റി കൊണ്ടുവരണം. ദിവസം 20 രൂപ വരുമാനമുണ്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച അർജുൻ സെൻഗുപ്ത കമ്മിറ്റി കണ്ടുപിടിച്ച ഇന്ത്യയിലെ 89 കോടി ജനങ്ങൾ ഈ 20 രൂപ ഏത് ബാങ്കിലാണ്, ഏത് പ്ലാസ്റ്റിക് കാർഡിലാണ്? അപ്പോൾ അവർ ദൈനംദിനം അവർക്ക് കിട്ടുന്ന വരുമാനം അവർ മാർക്കറ്റിൽ കൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു. അവരുടെ ഒരു ജീവിത നിലവാരം എന്താ? ഈ രാജ്യത്താണ്. അതേസമയം വികസിത രാജ്യങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യ അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്നിടത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം ഔന്നത്യത്തിൽ നിൽക്കുന്ന പല രാജ്യങ്ങളിലും കറൻസി രഹിത സമൂഹം വന്നു. അവിടെ പോലും അവർ പറയുന്നത് ഇത് 60% പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം 30% ആളുകൾക്ക് ഇന്നും ID കാർഡ് ഇല്ലാത്ത ഇന്ത്യയിൽ ഇവരെന്തായി പറയുന്നത്? പ്ലാസ്റ്റിക് കറൻസി കൊണ്ടുവരും, കറൻസി രഹിത സമൂഹം. ഇത് ജനങ്ങളെ പറ്റിക്കാൻ ആദ്യം പറഞ്ഞു കള്ളനോട്ട് ഇല്ലാതാക്കാനാണ്. തീർച്ചയായും വ്യക്തമാണ്. നമുക്ക് ഈ 31ലേക്ക് കടക്കുമ്പോഴത്തെ സാഹചര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഒരു പുതിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പ്രതിപക്ഷം ഉറപ്പിക്കുന്നത് ഈ 31-ന് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും ഒരുമിപ്പിച്ചുകൊണ്ട്, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പ്രക്ഷോഭത്തിനുള്ള ആസൂത്രണം ഒരുക്കുന്നു ഡൽഹിയിൽ. ഈ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം തീരുമാനിക്കുന്നത് നിങ്ങൾക്കും അത്ര ഉറപ്പുള്ളത് കൊണ്ടാണോ ഈ പ്രശ്നമൊന്നും 31-ന് പരിഹരിക്കപ്പെടില്ല എന്ന്? ഈ പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ CPIM നിലപാട് വളരെ കൃത്യമായി സൂചിപ്പിച്ചതാണ്. ഒന്ന്, കള്ളപ്പണം തടയുന്നതിന് ഇവിടെ ആരും എതിരല്ല. കള്ളനോട്ട് 1 രൂപയുടെ കള്ളനോട്ട് പോലും വ്യവഹാരത്തിൽ വരാൻ വേണ്ടി പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ക്യാഷ്ലെസ് എക്കോണമി സർക്കാർ ഇപ്പോൾ പറയുന്ന, നേരത്തെ തുടക്കത്തിൽ വേണ്ടത്ര പറയാത്ത ക്യാഷ്ലെസ് എക്കോണമി നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ അത് പ്രാക്ടിക്കലാകുക എളുപ്പമല്ല. ഈ കള്ളപ്പണം തടയാനോ അല്ലെങ്കിൽ കള്ളനോട്ടിൻ്റെ ഫേക്ക് ഇന്ത്യ കറൻസി നോട്ട് അതിൻ്റെ മൊത്തം ശതമാനമൊക്കെ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇത് ഒരു പരിഹാരമല്ല എന്ന്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഡീറ്റെയിൽഡായിട്ട് അർഷ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഓരോന്നായി ചർച്ച ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കാനുള്ളത്, ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് 50-ാം ദിവസത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന സമയത്ത് കാര്യങ്ങൾ ഏറെക്കുറെ ശരിയായിരിക്കുകയാണ്. ഒറ്റ ചോദ്യം ഇവിടെ BJP വക്താവിനോട് ചോദിക്കാനുള്ളത്, ഒരു രാജ്യത്തൊരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ സർക്കാർ പ്രതിജ്ഞ എടുക്കുമ്പോൾ